അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അനില. അപ്പോൾ എൻ്റെ പേരിനോട് കൂടി എൻ്റെ ചേട്ടായിയുടെയും കൂടെ പേരായിട്ട് അനില ശരത് വ്ലോഗ് എന്നുള്ള പേരിലാണ് ചാനൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഇൻട്രഡക്ഷനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ തങ്കമണി, കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പലമേടെന്നും പറഞ്ഞൊരു അമ്പലമൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, ഒരു 20 കിലോമീറ്ററൊക്കെ അടുത്ത്. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് വീഡിയോ ഇങ്ങനൊരു നല്ലൊരു പ്ലേസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് കാണാം, വാ. ഇത് കണ്ടോ, എൻ്റെ മലയുടെ നടുക്കായിട്ടാണ്, കാണാമോ? അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ ചുറ്റി അങ്ങോട്ട് നമുക്ക് കയറാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴികളെല്ലാം കാണിച്ചു തരാം, പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഒരു ഇറക്കമൊക്കെ ഇറങ്ങിയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ചൂടും ഉണ്ട്, തണുപ്പും. കണ്ടത് ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, എല്ലായിടത്തും ഏലാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരും ഇല്ല, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും. ഇത്രയും ദിവസം അവധിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പോണ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഏലം നോക്കി, ഏലം നല്ല തണലും നമുക്ക് കാണാം. നമ്മൾ പോണ വഴിയൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഓരോരുത്തരോട് കാണുന്നവരോടൊക്കെ ചോദിച്ചിട്ടാണ് പോണേ. അതെ, ഇപ്പം അമ്പലത്തിൻ്റെ എൻട്രൻസ് കാണാം. കാമാക്ഷി അമ്പലമേട് ശ്രീ മഹാദേവി ക്ഷേത്രം ദേവിയാണ്. അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോണ കാഴ്ച കാണാം. ഇതുണ്ടോ, കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കാപ്പിത്തോട്ടം. ഇപ്പൊ ഒരു കാറ് വരുന്നു. ഷിറ്റോറൊക്കെയാണോ? അപ്പം നമുക്ക് കാണാം. റോഡ് മോശമാണോ? ചേട്ടൻ ചിരിച്ചു, ഇതിലായിരിക്കും. തള്ളച്ച് പറഞ്ഞല്ലോ, നമ്മൾ റോഡേലാണ് കാണുന്നത്. അപ്പോൾ ആകാശത്തു നിന്നാണ് നമുക്ക് ഈ കാഴ്ച കിട്ടിയേക്കണേ. അതുകൊണ്ട് നേരെ നോക്കുമ്പോൾ ഒന്നും ഒരു പിടി വന്നില്ല. നമ്മൾ ആ പോണ വഴിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പൂക്കള്, തണുപ്പൊക്കെ ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാകണ്ടേ? ചൂട്. അതെ, നമ്മളങ്ങനെ കാണാൻ അതിനകത്ത് കണ്ടേ തോന്നേ. അതെ, ഇവിടെ വന്നപ്പോ ഒരു തണല്. നമ്മൾ അക്കരയിൽ കണ്ടതും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ അമ്പലത്തിലേക്ക് പോകാം. അമ്പലം അടച്ചിട്ടുണ്ടാവും, എന്നാലും നമുക്കിനി ഇടയ്ക്ക് ഒരു ദിവസം വരണം. അതെ, നമ്മൾ ആ ഒരു വീട്ടിൻ്റെ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. ഇതുണ്ട് അമ്പലം. എന്തായാലും നമുക്കൊരു ദിവസം വരാട്ടോ. സൂപ്പർ. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിറങ്ങട്ടെ. അമ്പലമേട് ശ്രീ മഹാദേവി ക്ഷേത്രം ഇതാണപ്പതേ. കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. ഉണ്ടോ, അവിടെ എന്തൊക്കെയോ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഫാക്ടറി ഒക്കെയാണെന്ന് തോന്നുന്നു. ടീ ഫാക്ടറി ഒക്കെ ഉണ്ടെന്നാണ് ചേട്ടായി പറഞ്ഞത്.
എന്താ അമ്മ ഇതുണ്ടോ. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളാണ്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് കുറേ നാളായിട്ടൊന്നുമില്ല. നമ്മുടെ ഇവിടെ കല്യാണം കഴിച്ച് വന്നിട്ട്. എൻ്റെ സ്വന്തം വീട് തൊടുപുഴയാണ്, തൊടുപുഴ വണ്ണപ്പുറം. ഇവിടെ വന്ന് കാണാമെന്നൊക്കെ ഓർത്തു. ഇത് ഇവിടെ ഒരു പേരമരമൊക്കെ ഉണ്ട്. പേരയ്ക്കൊന്നുമില്ല കേട്ടോ. നല്ല വെയിലുണ്ട്. അവിടെയൊക്കെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇടുക്കിയിൽ ഏലം, കാപ്പി, തേയില എല്ലാം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കയറുന്നതെന്ന് നോക്കാം. അതെ, അത് നമ്മുടെ ചേട്ടായി കയറി. അപ്പം നമുക്കന്ന് അമ്പലത്തിൽ കയറാം. ഇതാണ് അമ്പലം. എവിടെ വെള്ളച്ചാട്ടം? അല്ല ഇങ്ങനെ നിൽക്കടാ, ഷോർട്സിൽ ഇടണം. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ വരണമെന്നും പറഞ്ഞ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ല വെയിൽ. അപ്പം ഞാൻ തലയിലൊക്കെ തുണിയൊക്കെ ഇട്ടു, ഷോള്. അപ്പോൾ ഞങ്ങൾ എനിക്കും അമ്മയ്ക്കും ചേട്ടായിക്കൊക്കെ പനിയായിരുന്നു. അപ്പോൾ നമ്മൾ ആശുപത്രിയിലും കയറിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്പലവും അടച്ചു. അപ്പോൾ നമുക്കൊരു ദിവസം അല്ലാതെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ രാവിലെ നമുക്ക് വരണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നേർച്ചയൊക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. ബാ, ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വാ, എല്ലാവരും ഞാൻ ഇതിൽ തന്നെ വന്നു. ഇതിൽ വന്നിട്ട് ഇതിൽ കയറി അമ്പലത്തിന് മുറ്റത്ത്. വെയിലുണ്ടെങ്കിലും ചൂടില്ല കേട്ടോ. ചൂടില്ലെന്നാരാ പറഞ്ഞേ. അപ്പം അതവിടെ വരും. ഇതെന്തൊക്കെ പണിയാനൊക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പം നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം. നമുക്ക് വെള്ളച്ചാട്ടം കാണാം. കാടുണ്ട്. ആ, അതോ ഈ വെള്ളച്ചാട്ടം കണ്ടോ. സൂം ചെയ്യാൻ. അതാണൊരു വെള്ളച്ചാട്ടം. ക്ലിയറാണോ? നല്ല വെള്ളം, പാല് പോലെ. ഇതിൻ്റെ താഴെ ഒന്നും നോക്കാൻ പറ്റില്ല. അത് നമുക്കിത് കാണാം. ഫ്രണ്ടിൽ ചേട്ടായിയാണ് നടക്കുന്നത്, വഴികാട്ടിയായിട്ട്. ഇതിപ്പോൾ പുല്ലൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും സൂപ്പറാണ്. ഇപ്പം രാവിലെയൊക്കെ വരുമ്പോൾ മഞ്ഞായിരിക്കൂലേ. എന്തായാലും നമുക്കിനി ആ ഒരു കാഴ്ചയും കൂടെയും കാണാം. കണ്ടോ, നമ്മളെ കണ്ട വെള്ളച്ചാട്ടം കണ്ടോ. വീടൊക്കെ എവിടെയാണാവോ. വെള്ളച്ചാട്ടം കാണാമോ. സൂപ്പറായിട്ട് നല്ല കാറ്റുണ്ട്. സൂപ്പർ. ഈ കാൽവരി കൊണ്ടൊക്കെ പോലെ. അവിടെ തങ്കമണിയാണോ കാമാക്ഷിയാണോ അതോ ധൈര്യമാണോ ഒരു പിടുത്തമില്ല. ടൗണൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. ഇവിടെ ചോദിക്കാന്ന് വെച്ചാൽ അവിടെ അറിയാവുന്ന കാര്യം കാണുന്നില്ല. മലഞ്ചെരുവില്ല, നല്ല ഇറക്കം കേട്ടോ. മുകളിലൊക്കെ വീടാണോ കാണൂലേ. നമ്മളപ്പോൾ ഇങ്ങനെ നിൽക്കണ പോലെ ആയിരിക്കും അവർക്ക്. അവിടെ നോക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അമ്മ അവിടെ ദൂരെ നിന്ന് വരുന്നേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരു ചാനലുണ്ട്, അപ്പം അമ്മ വീഡിയോ പിടിക്കുന്നു. അപ്പം ഞങ്ങൾക്കും ഒരു ചാനലുണ്ട്, അപ്പം ഞങ്ങളും വീഡിയോ പിടിക്കുന്നു. പന്നിയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. പന്നി കുത്തിയേക്കണ പോലെ പാടൊക്കെ കാണുന്നുണ്ട്. അത് നോക്കി. ഇവിടെ എന്താ
കാടല്ലേ ഏത് അത് ചിലപ്പോൾ മലയിഞ്ചി ആയിരിക്കും. ശരിയോട് മുന്നോട്ട് നടന്നാലോ? അമ്മ ഈ സൈഡിൽ കൂടെ ഇറങ്ങി വാ. ഞങ്ങളെന്തായാലും ഒന്ന് നടന്നു നോക്കട്ടെ അല്പം മുന്നോട്ട്. ചൂടില്ലാത്ത ഇവിടെ കാറ്റുള്ളതുകൊണ്ട് കാറ്റ് വീശുന്നുണ്ട്, ചൂടില്ല. അടിപൊളി സ്ഥലം. ഇവിടെ ഒത്തിരി പേര് വന്ന് വ്ളോഗൊക്കെ പിടിച്ചിട്ടില്ല കേട്ടോ. ഡ്രോൺ ഷൂട്ടൊക്കെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളതിൽ ഡ്രോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രോൺ മേടിക്കണം. ആ ജീപ്പല്ല, നമ്മളൊരു താറ് മേടിക്കാം അടുത്ത കൊല്ലം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാറാണല്ലേ ഓൾട്ടോ. അപ്പോൾ ഒരു ജീപ്പ് താറ് മേടിക്കുവാണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെയുള്ളിടത്തൊക്കെ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ ഒരു കുഴപ്പമില്ല. കാറും കൊണ്ട് ഇതിലൊന്നും വരാൻ പറ്റില്ല കേട്ടോ, ചെറിയ വണ്ടിയായിട്ട്. ഇതിങ്ങനെ പോയി എവിടം വരെ എത്തുന്ന ഒരു പിടുത്തമില്ല. ഇതിനൊരു എൻഡ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നടന്നതേ ഷട്ടിലും മുണ്ടിലൊക്കെ മറ്റേ പുല്ലൊക്കെ പറ്റി പിടിച്ചിരിക്കുക. ടീ ഫാക്ടറി അതാന്ന് തോന്നുന്നു. ഇതിൻ്റെ എൻഡൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് പയ്യെ നമുക്ക് തിരിച്ചു കയറിയപ്പോൾ അതേ അമ്പലത്തിൻ്റെ പിൻഭാഗമായി കാണുന്നത്. നടക്ക് അങ്ങോട്ടൊന്നും അറിയത്തില്ല. വന്ന വഴിക്കൂടെ തന്നെ പോ. കാരണം അവിടെയാ പാറ. അങ്ങോട്ട് പോകണമെങ്കിൽ ഒത്തിരി നടക്കണം. അങ്ങോട്ട് പോകട്ടെ, കയറി പോകാല്ലേ. മൊത്തം പരിപാടി അവസാനിച്ച് കയറി പോയേക്കാം. നമ്മളിത് അവിടെ ഒരു പാറയൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാടാ. നമ്മുടെ അത്ര ഹൈറ്റിലാണ് കാട് വളർന്ന് നിൽക്കണം. അപ്പം നമുക്ക് പോകാനും പറ്റില്ല. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്നപ്പോൾ പോവുകയാണ്. അപ്പം ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി വരാം. ഒരു ഞായറാഴ്ച ദിവസം എല്ലാവർക്കും കൂടി വരാം. അപ്പോൾ ചേട്ടായി പോയി. അമ്മ എന്നാൽ നമുക്ക് പോകാം. ഇത് പോണ വഴിയാണ്. ഉണ്ടപ്പോൾ ഉണ്ടോ ഫുള്ളും കാടാ. പക്ഷെ നമുക്ക് എന്താ ഇവിടെ പന്നിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം മണ്ണൊക്കെ മറിച്ചിട്ടേക്കണു. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാം. ഭയങ്കര വെയിലാണേ. ഈ പനിയൊക്കെ പിടിച്ചിരിക്കണോണ്ട് നമുക്കും വെയിലങ്ങ് കൊള്ളുമ്പോഴത്തേയും പറ്റില്ലാതെ ആവുക. അപ്പോൾ നമ്മളൊരു ദിവസം വരാം. അതാണ് അമ്പലം. ഇവിടെ എന്തൊക്കെയോ പണിയാനൊക്കെ ആയിട്ട് അവർ ചെയ്തിട്ടേക്കണെയാണ്. ഇവിടെ ഒരു അതെ അല്ലേ. നല്ല ഒരു ബന്ദിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം. ഇതുണ്ട്, ഇവിടെ ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ. മാവിൽ തറയൊക്കെ കെട്ടി ഇവിടേക്ക് ഇരിക്കാം. ഇവിടെ ഒരു തണലൊക്കെ ഉണ്ട്. ഓരോ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ല ഹൈറ്റിലായതുകൊണ്ട് ചൂടൊക്കെ ആയി തുടങ്ങുന്നേ. ഓരോ ഫാക്ടറികളാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇനി എവിടെയോ കൊണ്ടുപോകാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങ് അക്കരെ. അപ്പോൾ നമുക്ക് പോണ വഴിയൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങിയേക്കണേ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം.
ഉണ്ട്, കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിലെ. നമ്മൾ വന്ന വഴിയൊക്കെ അത്. നമ്മൾ ആദ്യം വീഡിയോ ഇൻട്രഡക്ഷൻ പിടിച്ചത് കണ്ടോ, അവിടെ ഒരു വീട് കണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് വന്നപ്പോഴാണ് നമ്മൾ അമ്പലത്തിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി താഴ്ഭാഗത്തോടു കൂടി ഇങ്ങോട്ട് കയറ്റം കയറി വന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇങ്ങോട്ട് റോഡും ഉണ്ട്. ഇനി അടുത്ത പോക്ക് അങ്ങോട്ട്.